ഈ അമീബിക് മസ്തിഷ്ക ജ്വരം എന്തിനാണ് ബാധിക്കുന്നത്? തലച്ചോറിനെയാണ് ബാധിക്കുന്നത്. അത് കുളത്തിൽ ചാടുന്നതിലൂടെ മാത്രം, അല്ലെങ്കിൽ ചാടി കുളിക്കുന്നതിലൂടെ നമുക്ക് മൂക്കിലൂടെ കയറുന്ന നെഗ്ലേറിയ ഫൈലോറ എന്നൊരു ഒരു അമീബുണ്ട്. നെഗ്ലേറിയ ഫൈലോറ. ഈ ഒരു അമീബയാണ് നമുക്ക് മൂക്കിലൂടെ കയറിയിട്ട് നമ്മളെ സ്മെല്ലുണ്ടല്ലോ, സ്മെല്ല് പോകുന്ന ആ ഒരു നെർവുണ്ട്. ആ നെർവിലൂടെയാണ് ഈ അമീബ കയറുന്നത്. എന്നിട്ട് തലച്ചോറിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താണ്, ചിലപ്പോൾ അത് സിസ്റ്റ് രൂപം എന്ന് പറഞ്ഞാൽ ഒരു കവറിങ് ഒക്കെ ആയിട്ട് ചിലപ്പോൾ കുറേ കാലം അവിടെ നിൽക്കും. ആ സമയത്തും അപ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ കഴിഞ്ഞ ആഴ്ച ഒന്നും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, പുറത്ത് ചാടിയിട്ടുണ്ടാവില്ല. പക്ഷെ എന്താണ്, തലച്ചോറിനെ ഒന്നും ബാധിക്കാതെ സിസ്റ്റ് രൂപത്തിൽ അതവിടെ കിടന്നിട്ടുണ്ടാവും. അനുകൂല സാഹചര്യങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യും, അത് പൊട്ടി പുറത്ത് വന്നിട്ട് ഇപ്പോൾ ചിക്കൻ ബോക്സ് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അടുത്ത നെക്സ്റ്റ് വരുന്നത്? എന്താ, ഞാൻ പണ്ടത്തെ രീതിയിൽ തന്നെ ക്ലാസ് എടുക്കുമ്പോൾ ഞങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഞരമ്പ് പൊട്ടി, ഹെർപ്പിസ് സോസ്റ്റർ എന്ന് പറയും. അതെന്താണ് സംഭവം? ഈ ചിക്കൻ ബോക്സിന്റെ വൈറസ് തന്നെയാണ്. അത് സിസ്റ്റ് രൂപത്തിൽ അവിടെ ശരീരത്തിൽ കിടക്കും. നമുക്ക് അനുകൂല സാഹചര്യം വരുമ്പോൾ അതെന്ത് ചെയ്യും, പുറത്തേക്ക് വന്ന് ആ ഞരമ്പിനെ ബാധിക്കുമ്പോഴാണ് നമുക്ക് ഞരമ്പ് പൊട്ടിയായിട്ട് വരുന്നത്. അതേപോലെ തന്നെ ഇത് അവിടെ ചെന്നിട്ട് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് പിന്നെ ആ അനുകൂല സാഹചര്യം വരുമ്പോൾ ചിലപ്പോൾ പൊട്ടും. അല്ലെങ്കിൽ ചിലതെന്ത് ചെയ്യും, നേരിട്ട് തലച്ചോറിന് അവിടെ തന്നെ റിഫ്ലക്ഷൻ സംഭവിച്ച് തലച്ചോറിനെ നേരിട്ട് ബാധിക്കുന്ന ഒരു സിസ്റ്റം വരുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് ഫീവർ തുടങ്ങി, അല്ലെ പനി തുടങ്ങുന്നു. ഏതൊരു രോഗമാണ് ശരീരത്തിൽ കയറിയാലും ഫസ്റ്റ് തുടങ്ങുന്നത് എന്താണ്, സിംറ്റമാണ് അല്ലേ. ശരീരം അതിനെ പ്രതിരോധിക്കാനുള്ള പ്രവണത കാണിക്കുമ്പോൾ നമുക്ക് ഒരു സൈൻ കാണിക്കും. അതാണ് ഫീവർ. ഏതൊരു രോഗത്തിൻ്റെയും ലക്ഷണം നമുക്ക് ഫീവറിലാണ് തുടങ്ങുന്നത്. അപ്പോൾ ചിലപ്പോൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ നമ്മൾ ഹിസ്റ്ററി പറയണം, നമ്മൾ 2 ദിവസം മുന്നേ അങ്ങനെ കുളത്തിൽ ചാടിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഡോക്ടർക്ക് എന്താവുള്ളൂ, അത് മനസ്സിലാവുള്ളൂ. ചിലപ്പോൾ എന്ത് ചെയ്യും, സാർ അതിൻ്റെ ഒരു CSF പറഞ്ഞ സെറിബ്രൽ സ്പൈനൽ ഫ്ലൂയിഡ് അതെടുത്തിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഈ അമീബയുടെ ആൻറ്റിബോഡി ഉണ്ടോ നോക്കും. നമുക്ക് ആ ടെസ്റ്റ് ചെയ്യും. ആ ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് മെഡിസിൻ. ഇത് അമീബ ആയതുകൊണ്ട് നമുക്ക് ബാക്ടീരിയ ഇൻഫെക്ഷനുള്ള മെഡിസിൻ ഒന്നും വരില്ല അല്ലേ. ബാക്ടീരിയക്കെതിരെയുള്ള മെഡിസിനാണല്ലോ കുറേ. നമുക്ക് വൈറസിനെതിരെ മെഡിസിൻ ഉണ്ടാകും. വൈറസിനെതിരെ മെഡിസിൻ ഉണ്ട്, പക്ഷെ കൊല്ലാനുള്ള മെഡിസിനൊന്നും നമ്മൾ കണ്ടെത്താം. അങ്ങനെയാണ് HIV ഒന്നും ഇല്ലല്ലോ. ഇപ്പം HIV ഒക്കെ നമുക്ക് എന്താണ്, രോഗാണു പിന്നെ നമുക്ക് തളർത്തി കടത്താനേ പറ്റും. ബാക്ടീരിയ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ നശിപ്പിക്കാൻ പറ്റും. നമുക്കൊരു 3 ദിവസം ആൻറ്റിബയോട്ടിക് 3 ദിവസം നമുക്ക് ആൻറ്റിബയോട്ടിക് കഴിച്ചല്ലെങ്കിൽ 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസം നമുക്ക് ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഒരു ഉദാഹരണം